പ്രതീക്ഷയുടെ പാത തുറക്കാൻ ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത നിർമ്മാണോദ്ഘാടനം നാളെ വൈകിട്ട് 4 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആനക്കാംപൊയിലിൽ പദ്ധതിയുടെ ഔദ്യോഗിക നിർമ്മാണോദ്ഘാടനം നിർവഹിക്കും. ഒരു നാടിന്റെ സ്വപ്ന പദ്ധതിക്കാണ് മുഖ്യമന്ത്രി ഓഗസ്റ്റ് 31-ന് നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുന്നത്. ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ഇരട്ട തുരങ്കപാതകളിൽ ഒന്നുകൂടിയാണ് ഈ പദ്ധതിയിൽപ്പെടുന്നത്. താമരശ്ശേരി ചുരത്തിൽ ഗതാഗതക്കുരുക്കുകളും റോഡ് തകർച്ചയും ഉണ്ടാവുമ്പോഴെല്ലാം വർഷങ്ങളായി ചർച്ച ചെയ്യപ്പെടുന്ന പദ്ധതിയാണ് തുരങ്കപാത. താമരശ്ശേരി ചുരത്തിന്റെ ബദലായി 4 വരി തുരങ്കപാതയുടെ നിർമ്മാണം തുടങ്ങുന്നതിനുള്ള കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അന്തിമ അനുമതി ജൂൺ 18-ന് ലഭിച്ചതോടെയാണ് പ്രധാന കടമ്പകൾ കടന്ന് നിർമ്മാണ പ്രവൃത്തിയിലേക്ക് പദ്ധതി എത്തുന്നത്. മലയോര പ്രദേശത്തെ മനുഷ്യരുടെ മുഴുവൻ സ്വപ്നവും പ്രതീക്ഷയുമാണ് ഈ പദ്ധതി. നടക്കുകയില്ല എന്നുള്ള സംശയത്തിലായിരുന്നു ആദ്യം മുതൽ ആൾക്കാർക്ക്. ഇപ്പം നടക്കുന്ന ആൾക്കാർക്ക് പൂർണ്ണമായിട്ടൊരു വിശ്വാസമാണ്. ടൂറിസം മേഖലയിൽ ഇവിടെ കാർഷിക മേഖല പറ്റ തകർച്ചയിലാണല്ലോ. ഞങ്ങൾക്ക് ജീവിക്കാൻ വേറെ മാർഗമൊന്നും ഇല്ലാതെയായി. അപ്പം എല്ലാ മേഖലയിലും മെച്ചമായിരിക്കും. ഞങ്ങളുടെ പൂർവികരൊക്കെ എന്ന് വെച്ചാൽ വഴിയില്ല, കറണ്ടില്ല, ഇങ്ങനെയൊക്കെ ഇരുന്ന കാലത്ത് ഇങ്ങനെ ഒരു തുരങ്കപാത വരുവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. ഒത്തിരി മാറ്റം ഉണ്ടാവും. സ്ഥലത്തിന് വില കൂടും, വണ്ടി സൗകര്യങ്ങൾ കൂടും, അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും. മറിപ്പുഴ മുത്തൻപുഴ ആനക്കാംപൊയിൽ റോഡുമായാണ് കോഴിക്കോട് ജില്ലയിൽ പാത ബന്ധിപ്പിക്കുക. കോഴിക്കോട് വയനാട് ജില്ലകളിലെ ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി മറ്റു പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്നതിന് അപ്രോച്ച് പാത ഉൾപ്പെടെ 8.73 കിലോമീറ്റർ നീളമുള്ള 4 വരി തുരങ്കപാതയാണ് പദ്ധതി. വയനാട്ടിൽ മേപ്പാടി കള്ളാടി ചൂരൽമല റോഡുമായാണ് തുരങ്കപാതയെ ബന്ധിപ്പിക്കുന്നത്. മറിപ്പുഴ മുത്തൻപുഴ ആനക്കാംപൊയിൽ റോഡുമായാണ് കോഴിക്കോട് ജില്ലയെ ബന്ധിപ്പിക്കുന്നത്. തുരങ്കപാത ആരംഭിക്കുന്ന മറിപ്പുഴയിലേക്ക് മലയോര ഹൈവേയിൽ നിന്നും 10 കിലോമീറ്റർ മാത്രമാണ് ദൂരം. ഞങ്ങൾ വലിയ ആവേശത്തിലാണ്. ഈ മലയോര മേഖല കൃഷിയെല്ലാം നശിച്ച് വലിയ പ്രതിസന്ധിയിലായിരുന്നു. പക്ഷെ ആ പ്രതിസന്ധികൾക്കൊക്കെ മാറ്റം വന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ പുതിയ ഒരു വെളിച്ചം വീശാനായിട്ട് പോവുകയാണ് ഈ തുരങ്കപാതയുടെ ഉദ്ഘാടനവുമായി ഈ പദ്ധതിയുടെ യാഥാർത്ഥ്യമാവുന്നതോടുകൂടി. ലോട്ടറി അടിച്ച പോലൊരു ഭാഗ്യമായിട്ട് ഞങ്ങൾ കരുതുന്നുണ്ട് ഇങ്ങനെയൊന്ന് വരുമെന്ന്. കാരണം വരികയിലെന്നുള്ള പ്രചരണം ഒരു ഭാഗത്തും വരുമെന്നും ഉറപ്പായിട്ടും വരുമെന്ന് ഒരു ഭാഗത്തും, ഇതെല്ലാം ഇങ്ങനെ കേട്ടുകൊണ്ടും വായിച്ചുകൊണ്ടും ഇരിക്കാൻ തുടങ്ങിയിട്ട് 3-4 വർഷമായി. അത് ഈ 31-ാം തീയതി ഉറപ്പാക്കുകയാണ്. കിഫ്ബിയിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മാണം. പദ്ധതിയുടെ നടത്തിപ്പിനും നിർവഹണത്തിനുമുള്ള സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ്. ഭോപ്പാൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ദിലീപ് ബിൽഡ്കോൺ, കൊൽക്കത്ത ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന റോയൽ ഇൻഫ്രാസ്ട്രക്ചർ എന്നീ സ്ഥാപനങ്ങളാണ് കരാർ ഏറ്റെടുത്തത്. 2134 കോടി രൂപയാണ് പദ്ധതി ചെലവ്. അതെ, ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മുടെ NH മൈസൂർ ബാംഗ്ലൂർ കൊച്ചി വ്യവസായ ഇടനാഴിയാണ്. പക്ഷേ അതിനെ അങ്ങനെ ഉപയോഗിക്കാൻ കഴിയുന്നില്ല. നമുക്കിപ്പോൾ 2 ദിവസമായിട്ട് കേൾക്കുന്ന വാർത്ത ചുരത്തിലെ മണ്ണിടിച്ചിൽ അതുമൂലം ഉണ്ടാകുന്ന ബ്ലോക്കാണ്. പലപ്പോഴും മണിക്കൂറുകൾ ബ്ലോക്കാണ്. ഈ വ്യവസായ ഇടനാഴി തുറക്കാൻ വേണ്ടി കഴിയും. പൂർണ്ണമായിട്ടും അതിനെ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ വേണ്ടി കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. കാർഷിക മേഖലയിൽ ഉണർവുണ്ടാവും. ടൂറിസം മേഖലയിൽ വലിയ ജമ്പിങ്ങാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇന്ത്യയിൽ തന്നെ ദൈർഘ്യമേറിയ ട്വിൻ ട്യൂബ് ടണലുകളിൽ ഒന്നാമത്തേതായി ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത വരുന്നത് 8 കിലോമീറ്റർ ഒരു തുരങ്കാണ്. ഇരു ജില്ലകൾക്കുമിടയിൽ കുറഞ്ഞ ചെലവിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ സൗകര്യത്തോടെ സുരക്ഷിതമായി യാത്ര സാധ്യമാക്കുകയെന്ന വയനാടൻ ജനതയുടെ ദീർഘകാല ആവശ്യവും നിറവേറും. യാത്ര സുഗമമാക്കുന്നതിനൊപ്പം സുഗന്ധവ്യഞ്ജനങ്ങൾ, പഴങ്ങൾ, പച്ചക്കറികൾ തുടങ്ങിയ കാർഷിക ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയും പ്രാദേശിക ടൂറിസം സാധ്യതകളും തുരങ്കപാത പദ്ധതി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ന്യൂസ് മലയാളം, കോഴിക്കോട്.